2025 മലയാള സിനിമ. ഒരു പിടി നല്ല മലയാള സിനിമകൾ നമുക്ക് പിറന്ന ഒരു വർഷമാണ് 2025. ചില സിനിമകൾ കളക്ഷനിൽ ഒരുപാട് മുന്നേറി. അത് നമുക്ക് മികച്ച ചിത്രമാണെന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ അല്ല. ചിലർക്ക് മികച്ച കളക്ഷൻ നേടുന്നത് നല്ല സിനിമയാകണമെന്ന് നിർബന്ധമില്ല. ചില സിനിമകളൊക്കെ നമ്മൾ പേര് പോലും കേൾക്കാതെ OTT പ്ലാറ്റ്ഫോം പോലും എടുക്കാതെ പോയിട്ടുണ്ട്. OTT പ്ലാറ്റ്ഫോം ഇപ്പം വലിയൊരു കാര്യമായിട്ട് ഇപ്പം വന്നിരിക്കുകയാണ്. കാരണം OTT പ്ലാറ്റ്ഫോം വളരെ സെലക്ട് ചെയ്ത് സിനിമകൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാള സിനിമ 2025 സിനിമകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. കണ്ടന്റൊക്കെ ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സിനിമകൾ മാത്രമേ അവർ എടുക്കുന്നുള്ള രീതിയിലേക്ക് മാറി. എന്തായാലും നമുക്ക് 2025 മികച്ച സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇത് സംസ്ഥാന അവാർഡോ ദേശീയ അവാർഡോ ഫിലിം ഫെയർ അവാർഡോ ഒന്നുമല്ല. ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കമന്റ്സ് ഇതിനകത്ത് പറയാം. എനിക്ക് മികച്ചതായിട്ട് തോന്നിയ കുറച്ച് ചിത്രങ്ങൾ എന്തായാലും ഞാൻ പറയാം. എക്കോ മികച്ച ദൃശ്യാനുഭവം നൽകിയ സിനിമ, സന്ദീപ് നായകനായ സിനിമ, എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർ, ഡയറക്ഷൻ, റൈറ്റിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം ഗംഭീരമായ സിനിമ. എക്കോ നമുക്ക് പരിഗണനയിൽ എടുക്കാവുന്ന ഒരു ചിത്രമാണ്. രേഖാചിത്രം നമ്മുടെ ആസിഫ് അലി, ജോഫിൻ സംവിധാനം ചെയ്ത ആസിഫ് അലി നായകനായ ചിത്രം. ഇതും പഴയയും പുതുമയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആ പാട്ടുമൊക്കെ വന്നപ്പോഴത്തേന് ഗംഭീരമായി തോന്നി. നല്ല രസമായിട്ട് എടുത്തേക്കുന്ന ഒരു ചിത്രം. കളക്ഷനും അത്യാവശ്യം നന്നായിട്ട് എടുത്തു. നല്ല ചിത്രമെന്ന് തോന്നിയൊരു സിനിമയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി, കുഞ്ചാക്കോ ബോബൻ നായകനായ സിനിമ. കുഞ്ചാക്കോന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഒരു ചിത്രമായിട്ട് തോന്നി. നന്നായിട്ട് കുഞ്ചാക്കോൻ പോലീസ് വേഷം കൈകാര്യം ചെയ്തു. അതും വ്യത്യസ്തമായ രീതിയിൽ നല്ല ചിത്രമായിട്ട് തോന്നിയൊരു ചിത്രമാണ്. റോന്ത്, ദിലീഷ് പോത്തന്റെ ഗംഭീര പെർഫോമൻസ്. അതിനകത്ത് എനിക്ക് റോഷന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെറൈറ്റി സിനിമ. ക്ലൈമാക്സ് നമ്മളെ ഇച്ചിരി കരയിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു സിനിമയാണ്. റോന്ത് മികച്ച സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഡിയസിറെ, നമ്മുടെ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ശേഷം സംവിധാനം ചെയ്ത പടം. വളരെ വ്യത്യസ്തമായി തോന്നി. പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും ബെസ്റ്റ് സിനിമയെന്ന് തോന്നി ഡിയസിറെ. നല്ലൊരു ഹൊറർ പ്രതീതി തിയേറ്ററിൽ ജനിപ്പിച്ചൊരു സിനിമയാണ്. പൊന്മാൻ, അസാധ്യ പെർഫോമൻസ്. തിയേറ്ററിൽ വലിയ വിജയം നേടിയില്ലെങ്കിൽ അസാധ്യ പെർഫോമൻസ്. പ്രത്യേകിച്ചും ബേസിലിന്റെ അജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം മറക്കത്തില്ല. സജു ഗോപിയത, മരിയാനോ ഇതൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട്. തുടരും, മോഹൻലാലിന്റെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിനോടൊപ്പം എടുത്തു പറയണം അതിനകത്തെ പ്രകാശ് വർമ്മ ചെയ്ത CI ജോർജ് സാർ ആയിരുന്നു തകർത്ത്. ഇവർ രണ്ടുപേരും, ഷൺമുഖനും CI ജോർജ് സാറും ചേർന്നപ്പോഴത്തേന് നമ്മുടെ ഗംഭീരമായി തുടരും. അതുപോലെ തന്നെ കളങ്കാവൽ, ഏറ്റവും ലാസ്റ്റായി വന്നൊരു സിനിമയാണ് കളങ്കാവൽ. ജിതിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. മമ്മൂട്ടി വില്ലനായിട്ട് തകർത്താടിയപ്പോൾ നായകനായി വിനായകനും ഒട്ടും മോശമാക്കിയില്ല. എന്തായാലും ഇതിനകത്ത് ഏത് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 2025? ഇതിലല്ലാതെ വേറെ ഒരുപാട് സിനിമകൾ കാണും. എന്തായാലും നിങ്ങളുടെ സെലക്ഷൻ നിങ്ങളുടെ കമൻസ് ആയിട്ട് ഉറപ്പായിട്ടും ഇട്ടേക്കുക.